സഹോദരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതുപോലിനായി ചെന്നുരക്ഷോഭരം രാമനോടേറ്റളവൊന്നൊഴിയാതെ കൊടുക്കിലാൻ രാവണനും മന്നവൻ തന്നോടെത്തിരു രാവണൻ നിന്നുപോയിതാണേതമായി നിർഭയം പിന്നീട് കൂത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം വിട്ടു ധീരതയും വിട്ടു വന്നീകശാലൻ പോരുണി മമ പോരുമെന്നോർത്തത് ധീരുവായി ഗംഗാപുരം പുക്കനന്തരം. രാവണന്റെ ഘോരവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ അർത്ഥാത്മജാതയാം മർക്കടവീരരും അർത്ഥാത്മയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കരവന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ജ്ഞാനേകാകിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയായ രാവണനായ വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചിരെങ്കിനി ദേവതമാരെ പ്രസാദം വരുത്തുക, ശീഘ്രമൊരു ഗുഹയിൽ തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലിൽ ചെന്നിരുന്ന ശുചിഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്ന വിലഗ്നികുണ്ടത്തിന്റെ നിന്നു പുറപ്പെടും ബാണതൂണീരജാവാര് ചാവാശ്വരഘാതികൾ മാനവരാലും അജയ്യനാം പിന്നെ നീ മന്ദം വഹിച്ചുകൊണ്ടെന്നോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മന്ത്രം മൂലമന്ത്രം കേട്ടു രക്ഷോകനാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തെറ്റിതു തന്നുടെ മന്ദിരം തന്നെ കൃപാതലം. ദിവ്യമാം ഹവ്യഗവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ത സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനകം ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാഭയേ ചക്രവർത്തി തനുജായ സാർവഭൗമായ മംഗളം. ശ്ലോകസാരജാലകീർണം സർഗകല്ലോല സങ്കുലം കാണ്ഡാഗ്രായ മഹാവീരം വന്ദേ പദപൃഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവ്യം ശൂന്യതാം ദേവ ശ്രീരാമചന്ദ്ര
കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ രക്ഷ രക്ഷ മഹാപ്രഭോ രക്ഷ രക്ഷ മഹാപ്രഭോ. കീർത്തനം പാടുന്നതാണ്.